കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും യുദ്ധമായിരിക്കും കേട്ടോ. ഡ്രീക്കസ് ഹംസത്ത് അത് എന്തെങ്കിലുമൊക്കെ നടക്കും അതിനകത്ത്. ബിക്കോസ് ഹംസത്ത് ഇത്രയും നാള് നമ്മുടെ മുഹമ്മദിനെ പോലെ അല്ലെങ്കിൽ ഹബീബിനെ പോലെ ഇസ്ലാമിനെ പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ബെൽറ്റിന് വേണ്ടി. അപ്പൊ ഹി ഈസ് കമ്മിങ് ഫോർ എവറിത്തിങ്. പിന്നെ ഡ്രീക്കസ് അറിയാലോ, ഡ്രീക്കസ് വിട്ടുകൊടുക്കുന്ന പരിപാടി ഇല്ല ഡ്രീക്കസ്. അപ്പൊ അതൊരു യുദ്ധം തന്നെയായിരിക്കും, അത് അൺബിലീവബിൾ വാർ ആയിരിക്കും. അത് നമ്മൾ ആരാധകർക്ക് ഇപ്പൊ അടുത്തെങ്കിലും ഉണ്ടാവത്തില്ലായിരിക്കും, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി. എന്തോ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് കംസന്റെ. നിങ്ങൾക്ക് അറിയാം, പേഴ്സണൽ ലൈഫിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പുള്ളിക്കാരന് വിസ പാസ്പോർട്ട് കിട്ടാൻ കുറച്ച് പാടാണ് ബിക്കോസ് ഓഫ് ഹിസ് ബാക്ക്ഗ്രൗണ്ട് അലയൻസസ് വിത്ത് സം പേഴ്സണാലിറ്റീസ് ഇൻ റഷ്യ. അപ്പം കൂടുതലും പുള്ളിക്കാരൻ മിഡിൽ ഈസ്റ്റ് മാത്രമേ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുള്ളൂ. അത് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇഫ് ആൻഡ് വെൻ ദിസ് ഫൈറ്റ് ഹാപ്പൻസ് ഇറ്റ്സ് ഗോയിങ് ടു ബി നെക്സ്റ്റ് ഡിവിഷൻ വെൽട്ടർ വെയിറ്റ്. അഗെയിൻ ഒരു സ്റ്റെബിലിറ്റി, എന്റെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഡിവിഷനാണ്. ഉസ്മാൻ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഫൈറ്റർ ആയിരുന്നു സ്നൈപ്പർ ലിയോൺ ഉണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ പുള്ളിക്കാരൻ ഡിഫെൻഡ് ചെയ്തു. ഇപ്പൊ ബിലാലാണ്. ബിലാൽ പക്ഷെ ഇഞ്ചോർഡ് ആണ്. ഐ തിങ്ക് വേഴ്സസ് ഷൗക്കാത്ത് ഒരു നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും അവര് ആ ഒരു ഇവരാണല്ലോ ബിലാൽ ആൻഡ് ഷൗക്കത്ത് അഗൈൻ ഉസ്ബെക്കിസ്ഥാൻ. യുദ്ധമായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു ഷൗക്കത്ത്, ബിലാൽ അറിയാലോ, ബിലാൽ ചാമ്പ്യൻ ആണ്. അപ്പൊ എല്ലാ ചാമ്പ്യന്മാർക്കും ആ പ്രഷർ ഉണ്ട്, അത് എങ്ങനെയും നിലനിർത്തുക എന്നുള്ളത്. ബിലാലിന്റെ ആദ്യത്തെ ഡിഫൻസ് ആയിരിക്കുമല്ലോ, ആദ്യത്തെ ഡിഫൻസ് ആണ്. ഷൗക്കത്ത് മറ്റേ കക്ഷി ഉണ്ടല്ലോ, ഇപ്പൊ ഷൗക്കത്ത് ജയിച്ചിരുന്നല്ലോ ഒരു പുള്ളിയുടെ കൂടെ, നമ്മുടെ ഇയാൻ ഗാരിയുടെ കൂടെ ഷൗക്കത്ത് ഫൈറ്റ് ചെയ്തിരുന്നു. ഐ ഓപ്പണർ ആയിരുന്നു. അതെ, ഷൗക്കത്ത് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടേ വരുത്തുള്ളൂ ബിലാലിനെതിരെ. ബിലാൽ ഹബീബിന്റെ ഇസ്ലാമിന്റെ ഒക്കെ കൂടെ കൂടി ഇപ്പൊ ഗ്രാപ്ലിംഗ് ഭയങ്കര സ്ട്രോങ് ആണ്. പുതിയൊരു അത്ലീറ്റ് തന്നെ. ആഫ്റ്റർ ദാറ്റ് ഹബീബ് ഒരു പുള്ളിക്കാരൻ മാറി, ഒരു ഡിസിഷൻ മെഷീൻ. Now he's become even more dominant is what I feel. ലിയോണെതിരെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഷൗക്കത്തിന് അത് അറിയാം. എനിക്ക് തോന്നുന്നു ഷൗക്കത്ത് കുറച്ച് ഇയാൻ ഗാരിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്നൊരു സംശയം. കാരണം ആ ഫൈറ്റ് ജയിച്ചെങ്കിലും പുള്ളിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു, ഇവൻ എങ്ങനെയാണ് ഇവൻ ഫൈറ്റ് എന്നെ ഇത്രത്തോളം എങ്ങനെ പുഷ് ചെയ്തു. അപ്പൊ പുള്ളി ആകെ ഷോക്കായി പോയി. ആ കളി ജയിച്ചതിന്റെ സന്തോഷമൊന്നും ഷൗക്കത്തിന്റെ മുഖത്ത് കണ്ടില്ല. തോന്നലായിരിക്കാം നമ്മുടെ. അപ്പൊ എന്തോ ആണെങ്കിലും ബിലാലിനെ ലൈറ്റ് ആയിട്ട് എടുക്കത്തില്ല ഇനി. ഷൗക്കത്ത് ഇപ്പൊ തന്നെ അടിച്ച് തകർത്തോണ്ടിരിക്കുകയായിരിക്കും. അതൊരു നല്ല ഫൈറ്റ് ആണ്. പക്ഷെ എന്തോ ബിലാൽ ചെറിയ ടോക്കുകളുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ബിലാൽ ഈസ് തിങ്കിങ് ഓഫ് മേക്കിംഗ് വേ ഫോർ ഇസ്ലാം ടു മൂവ് ടു വെൽട്ടർ വെയ്റ്റ്. അങ്ങനെ ചെയ്യണോ? ബിലാൽ അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയാം, അവന്മാര് ഭയങ്കര ലോയലാണ് ടീംസ്. ഈ ഹബീബ്, ഇസ്ലാം, ആ ഒരു എൻറ്റയർ. ഓഫ് കോഴ്സ് ബിലാൽ ദാഗിസ്ഥാനി അല്ലെങ്കിൽ കൂടി ആ ഗാങ്ങിന്റെ പാർട്ടാണ്. എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അവർക്ക് ആ ഒരു ലോയൽറ്റി ആസ്പെക്ട് ഭയങ്കര പ്രധാനമാണ്. അപ്പൊ അതിനുവേണ്ടി ബിലാൽ എന്തും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതാണ് ഇപ്പൊ നമുക്കത് ശരിയോ തെറ്റോ എന്നൊക്കെ തോന്നാം. പക്ഷെ അവരുടെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ലോയൽറ്റി വലിയൊരു കോമ്പോണന്റ്. നമ്പർ 1 ഇസ് ലോയൽറ്റി ഫോർ ദം. അത് ഹബീബ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം. Coming to the most exciting division of UFC, lightweight division. എന്തൊക്കെയാണ്, എത്ര സ്റ്റാർസ് ആണ് ഇവിടെ? ജസ്റ്റിൻ, ടോണി, ചാൻഡലർ, ഒലിവേറ, അർമാൻ, ഹബീബ്, അത് ഭയങ്കര ക്ലട്ടർ ആണ്. വീരന്മാരാ. അത് എന്താണ് അത്? ഇസ് ഇറ്റ് എ കോമ്പിനേഷൻ ഓഫ് അജിലിറ്റി പ്ലസ് നോക്കൌട്ട് പവർ? അതാണോ ഈ ഡിവിഷൻ ഇത്ര എക്സൈറ്റിംഗ് ആകുന്നത്? രണ്ടും ഉണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇപ്പൊ ബ്രോയുടെ വെയിറ്റ് കാറ്റഗറി ഏകദേശം അത് വരത്തില്ലേ? എനിക്ക് ഓൺ ആൻ ആവറേജ് എല്ലാവരും ആ ഒരു വെയിറ്റ് കാറ്റഗറി ആണ്. കുറെ ആളുകൾ അതിനകത്ത് നാച്ചുറലി ഉണ്ട്. ഞാൻ ആ വെയിറ്റ് കാറ്റഗറിയാണ്. അപ്പൊ അതൊരു ഗെയിം ഓഫ് ആവറേജ് അത്രയാണ് അല്ലേ? കൂടുതൽ അത്ലീറ്റ്സ് ഇവിടെ ഉണ്ട്. അതെ, ഹെൻസ് മോർ കോമ്പറ്റീഷൻ ഇൻ ദിസ്. ബട്ട് സ്കിൽ വൈസ് നമുക്കൊന്നും അടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ലോകത്തിലെ തന്നെ 70 kg കാറ്റഗറിയിൽ ഏറ്റവും വീരന്മാർ. ഞാൻ വീണ്ടും പറയുന്നു, ആവറേജ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ആർക്കും കയറി ചെല്ലാവുന്നല്ല. ആ വെയിറ്റ് കാറ്റഗറി ആവറേജ് ആണെന്ന് തോന്നുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആ വെയിറ്റ് കാറ്റഗറി. ഞാൻ റിസർച്ച് നടത്തിയിട്ടില്ല. അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുതലും മോസ്റ്റ് ടഫസ്റ്റ് അതാണ്. ഏറ്റവും നമ്മളുടെ ഇത്രയും ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ വീരന്മാരാണ് അതിനകത്തുള്ള ലോകത്തിലെ. അതിനകത്താണ് നമ്മുടെ ഐ തിങ്ക് പൗണ്ട് ഫോർ പൗണ്ട് ഇസ്ലാമിന് കിട്ടിയെന്നുണ്ടല്ലേ? വൈൽ ജോൺസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആസ് പെർ മീ, ബട്ട് പൗണ്ട് ഫോർ പൗണ്ട് ഈസ് എന്താണ് ഇസ്ലാമിന് നെക്സ്റ്റ്? ഇലിയ വേണോ? അല്ല ഇലിയ ഷുഡ് ഫൈറ്റ് എ കണ്ടൻഡർ മാച്ച് വിത്ത് ഒലിവേറ ഓർ അർമാൻ ആൻഡ് ദെൻ ഫൈറ്റ് ഇസ്ലാം? എന്താണ് എന്റെ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മക്കാഷേവ് വേഴ്സസ് ടൊപ്പൂരിയ, ഇല്യ ടൊപ്പൂരിയ കാണാനാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഹബീബ് ആണല്ലോ ഇപ്പൊ തീരുമാനിക്കുന്നത്. ഹബീബ് ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ബ്രില്യന്റ് ആണ്.
പുള്ളിയുടെ പയ്യനെ, അതായത് മക്കാശേവിനെ നേരെ ടൊപ്പൂരിക്ക് ഇട്ട് കൊടുക്കത്തില്ല. ടൊപ്പൂരിയ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കും. ടൊപ്പൂരിയക്ക് സീരിയസ്ലി ആ 1 പഞ്ച് ഡെത്ത് ടച്ച് ഉണ്ട്. ആ ഒരു ഡിവിഷനിൽ അങ്ങനെ നോക്കൌട്ട് പവർ കിട്ടുന്ന വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ജെനറ്റിക്സ്. അപ്പോ ഇസ്ലാം മക്കാശേവ് എത്ര ടാലന്റഡ് ആണെങ്കിലും ഒരു കൊട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മക്കാശേവ് താഴെ പോകും. അതുകൊണ്ട് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഗെയിം. പുള്ളിക്കാരന്റെ ഗ്രൗണ്ട് ഗെയിം എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആരും കൊടുത്തിട്ടില്ല. ഫ്രം വാട്ട് ഐ ഹിയർ ഈസ് വെരി വെരി സ്ട്രോങ് ഗ്രൗണ്ട് ഗെയിം as well. സ്ട്രോങ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഹബീബിന്റെ പ്ലാൻ ആൻഡ് മക്കാശേവ് ആൻഡ് ഹബീബ്സ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊപ്പൂരിയയുടെ ലേറ്റസ്റ്റ് പ്രകടനം ഒന്ന് അനലൈസ് ചെയ്യാന്നുള്ള, അതാണ് അവര്. അതൊക്കെ സ്ട്രാറ്റജിയുടെ പാർട്ടാണ്. ഇപ്പൊ കാഷ്വൽസ് ഉടനെ പറയുക അത് പേടിയെന്നല്ല, പേടിയല്ല, അത് ചെസ്സാണ്, സ്ട്രാറ്റജിയാണ്. ടൊപ്പൂരിയയുടെ ലേറ്റസ്റ്റ് ഗെയിം ഒന്ന് അനലൈസ് ചെയ്യണം. ലൈറ്റ് വെയിറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതേ സെയിം സ്ട്രെങ്ത് കാണുമായിരിക്കും, പക്ഷെ ആ ഒരു അജിലിറ്റി വരുമോ ലൈറ്റ് വെയിറ്റിൽ ഇല്ലയോ, അതൊന്നും സ്റ്റഡി ചെയ്യാനായിരിക്കും. തീർച്ചയായും അതൊന്ന് പഠിച്ചതിന് ശേഷം ഇവർക്ക് ഗെയിം അനലൈസ് ചെയ്യാം. അല്ല നേരെ പോയി മക്കാശേവ് കളിച്ചു കഴിയുമ്പോൾ ഈ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മള് നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കളിച്ച സമയത്തെ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആകെ പിന്നീട് വരുന്നവരെ നല്ലോണം പെർഫോം ചെയ്യും. അപ്പൊ മക്കാശേവ് നേരെ കയറി ചെല്ലുന്നത് നമുക്ക് സന്തോഷമാണ്, പക്ഷെ മക്കാശേവിന്റെ ഡേഞ്ചർ ആയിരിക്കും എന്നുള്ള ഇതാണ്. ഇസ്ലാം ഇസ് ഇൻ എ വെരി ഗ്രേറ്റ് സ്പേസ്. പുള്ളിക്കാരൻ എത്രയോ ഡിഫെൻഡ് ചെയ്തു. He's like ready to fight everyone. Topuria ആണെങ്കിൽ ടൊപ്പൂരിയ, അർമാൻ ആണെങ്കിൽ അർമാൻ, ഒലിവേര 2 ആണെങ്കിൽ ഒലിവേര 2. എന്റെ ഒരു ഇതെന്താണെന്നറിയോ, നമുക്ക് അറിയത്തില്ല, എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നും. മക്കാശേവ് ചിലപ്പോൾ പറയും ഇല്ല ഞാൻ ഉറക്കം വേണ്ടിട്ട് വേടെ എന്ന് പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഹബീബ് ആയിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. ഇസ്ലാം ചിലപ്പോൾ റെഡി ആയിരിക്കും ഫൈറ്റ് ചെയ്യാൻ. ഇസ്ലാം റെഡി ആയിരിക്കും. മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പിന്നെ എനിബഡി എനിക്ക് തോന്നുന്നു ഹബീബ് ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം എന്നിട്ട്. അത് പക്ഷെ സ്മാർട്ടാണ്, സ്ട്രാറ്റജിക്. കറക്റ്റ്. നെക്സ്റ്റ് ഡിവിഷൻ ഫെദർ വെയ്റ്റ്. ഇലിയ വെക്കേറ്റ് ചെയ്തൊക്കെയാണ് ബെൽറ്റ്. വെരി വെരി സർപ്രൈസിങ്. ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് ആയിരുന്നു അല്ലെ, ഇതൊരു വെരി സർപ്രൈസിങ് ന്യൂസ് ആയിരുന്നു. എന്റെ ഒരു പേഴ്സണൽ ഇതാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ തിങ്ക് ഹി ഷുഡ് ഹാവ് ഡിഫെൻഡഡ് ദ ബെൽറ്റ് ഫ്യൂ മോർ. കുറച്ച് ഒരു 2-3 ഡിഫൻസും കൂടെ ചെയ്തിട്ട് അങ്ങോട്ട് മൂവ് അപ്പ് ചെയ്യാൻ തോന്നിയ. വൈൽ ഹി ഹാസ് ഫൗണ്ട് ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്. വോൾഗനെ തോപ്പിച്ചു, 2 പ്രാവശ്യം തോപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ടൊപ്പൂരിയ സീരിയസ്ലി ബിലീവ്സ് ദാറ്റ് പുള്ളിക്ക് മക്കാശേവിനെ തോപ്പിക്കാൻ പറ്റും. കാരണം ഉണ്ടല്ലോ, ലോകത്തിലുള്ള എല്ലാ ഫൈറ്റേഴ്സിനും മക്കാശേവിനെ പേടിയാണ്. ഷോണോമെലിയൊക്കെ പറയുന്നത് കേൾക്കണം, മക്കാശേവിനെ പേടി സ്വപ്നമാണ്. അതെ, പക്ഷെ ടൊപ്പൂരിയ സീരിയസ്ലി ബിലീവ്സ് ദാറ്റ് മക്കാശേവിനെ പുള്ളിക്ക് തോപ്പിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് പുള്ളി പുട്ടെന്ന് വെക്കേറ്റ് ചെയ്തിട്ട് കയറി വന്നായിരിക്കണം. ഈസ് വെരി ഹംഗ്രി. So in the event that Topuria has vacated now, ഇനി അടുത്ത മാച്ച് നടക്കാൻ പോകുന്ന for the vacant belt is Walt versus Diego Lopez. അത് ഉടനെ ഉണ്ടാവും തോന്നുന്നല്ലേ? ഉടനെ ഉണ്ടാവും. Lopez is a very very exciting fighter. പുള്ളിക്ക് കൊടുത്ത ചാൻസസ് എല്ലാം പുള്ളി അതിനെ ബാങ്ക് ചെയ്തു. ഹീസ് ബീൻ എ ട്രൂ കമ്പനി മാൻ. ഷോർട്ട് നോട്ടീസ് പോലും പുള്ളിക്കാരന് 1-2 ഫൈറ്റ് കിട്ടിയപ്പോൾ he's fouled. അത് ഈ ചാമ ജോൺസ് സ്റ്റാർ പവർ ഇല്ലെങ്കിലും നല്ല ഫൈറ്റ് ആയിരിക്കും കേട്ടോ, നല്ല ഫൈറ്റ് ആയിരിക്കും. ചാൻഡലർ is another company man. അതെ പാഡി പിംബ്ലൻ. പിറ്റ്ബുളും വരുന്നുണ്ട് തോന്നുന്നു, ഇതേ സെയിം ഡിവിഷനിലാണ്. ഉണ്ട്. ആ കാർഡിൽ തന്നെ പിറ്റ്ബുളിന്റെ 3-4 ഫൈറ്റ് ഉണ്ട്. ഏപ്രിലല്ലേ അത് വരുന്നത്? ഏപ്രിലാണ് വരുന്നത് തോന്നുന്നു, ഞാൻ ഇങ്ങനെ കണ്ടപ്പോ. അതാണ് നല്ല ഫൈറ്റ് ആയിരിക്കും. സ്റ്റാർ പവർ ഇല്ല, പക്ഷെ നല്ല ഫൈറ്റ് ആയിരിക്കും. ഡിയേഗോ ലോപ്പസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. വോൾക്കനോസ്കി സീരിയസ്ലി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ 2-3 ലോസസ് കഴിഞ്ഞിട്ട് വരുമായിരിക്കും തീർച്ചയായും. അപ്പൊ അതൊരു നല്ല ഫൈറ്റ് ആയിരിക്കും, നല്ല ടൈം പാസ് ആയിരിക്കും. എല്ലാരും ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട്. നെക്സ്റ്റ് ഇസ് bantamweight, one of my favorite fighters, Merab. എന്തോ ഒരു എക്സലന്റ് റൺ ആയിരുന്നു ഈ റോസ്റ്റർ. ലൈക്ക് പുള്ളിക്കാരന്റെ റെസ്യൂമെ കണ്ടാന്ന് വെച്ചാൽ പ്രോബ്ലി ഹി ഹാസ് എ സ്ട്രോങ്ങസ്റ്റ് റെസ്യൂമെ. ഹീസ് ഡിഫീറ്റഡ് ട്രിപ്പിൾ സി, പീറ്റർ യാൻ, ഓമാലി, ഉമർ, ജോസെ ആൽഡോ, മൊറേസ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫേമസ് ആണ്. നല്ല ഇത്രയും സ്ട്രോങ് റെസ്യൂമെ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോൺസന് മാത്രമേ കാണത്തുള്ളൂ. സ്ട്രോങ്ങസ്റ്റ് റെസ്യൂമെ. എന്തുകൊണ്ട് പുള്ളിക്കാരനല്ല, ഹീസ് ദാറ്റ് ഹാർഡ് വർക്കിംഗ് ഗായ്. ലൈക്ക് ഒന്നും എനിക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടില്ല, ഞാനത് ഹാർഡ് വർക്ക് ചെയ്തേ വരൂ. നോട്ട് ജസ്റ്റ് കേജിൽ, ഈവൻ ഓഫ് ദ കേജ് ഓൾസോ. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വെരി വെരി ഫണ്ണി സോഷ്യൽ ഹാൻഡിൽ ദാറ്റ് ഹി ഹാസ്. ഒന്ന് പുള്ളിക്കാരൻ ഫോളോ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ എന്റർടൈനിങ് കണ്ടന്റ് ആണ്. എന്തുകൊണ്ട് പുള്ളിക്കാരന് 4 ലങ്സ് ഇതുണ്ടെന്ന് തോന്നുന്നു, ചങ്കുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. 1 ചങ്കൊന്നും അല്ലെന്ന് തോന്നുന്നു. അതെ ഭയങ്കര കപ്പാസിറ്റിയാണ്. അഗൈൻ ജെനറ്റിക്സ് ആണ്, ജോർജിയൻ ജെനറ്റിക്സ് ആണ്. ഈ നിങ്ങൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല. മാപ്പ് നോക്കി കഴിഞ്ഞാൽ ആ ദാഗിസ്ഥാൻ
ജോർജിയ, ചെച്ചനിയ അടുത്തടുത്ത് വരും. ഇവിടെ എല്ലാം മൗണ്ടൻസ് ആണ്, മൗണ്ടൻസ്. അപ്പോ ആ ഒരു മൗണ്ടൻ എഫക്റ്റ് ഉണ്ട്. അതിപ്പോ ഇത് കേട്ട ഉടനെ നിങ്ങൾ പോയി കുന്ന് ഓടിക്കയറാൻ നിൽക്കരുത്. അത് അങ്ങനെയല്ല അതിന്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് അവിടെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു. അതെ, ആ വളർന്നു വന്നിരിക്കുന്നതാണ്. അപ്പൊ ആ മൗണ്ടൻസ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ കേരളത്തിലും മൗണ്ടൻസ് ഉണ്ട്. എന്താണ്, മൂന്നാറ്, വയനാട്, ഇടുക്കി. പക്ഷെ അവിടുന്ന് ഫൈറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവര് നല്ലോണം പെർഫോം ചെയ്യും. കാരണം ആൾട്ടിറ്റ്യൂഡ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് മെറാബ് ഈസ് നാച്ചുറലി ബ്ലെസ്ഡ് വിത്ത് ജെനറ്റിക്സ്. പിന്നെ നല്ലോണം ഇദ്ദേഹം പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്. വെരി വെരി നൈസ് പേഴ്സൺ. അങ്ങനെ ഒരു അൽജോന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെരി വെരി ബ്യൂട്ടിഫുൾ ടു സീ. ലോയൽറ്റി. അതെ, വെരി. പിന്നെ ഐ തിങ്ക് വാട്ട് ഷുഡ് ഡു നെക്സ്റ്റ്? എനിക്ക് 1-2 മണി ഫൈറ്റ് ചെയ്യണം. എന്നിട്ട് ഐ തിങ്ക് ഷുഡ് ട്രൈ ടു. എന്തായാലും ഇലിയ വെക്കേറ്റ് ചെയ്തു. പ്രോബ്ലി ഹി ഷുഡ് ഓൾസോ. ഷാമെ പോലെ ഏജ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു 2-3 ഫൈറ്റ് സെറ്റായി, പുള്ളി സെറ്റായി. ചാമ്പ്യൻ മാൻ ഈസ്. പക്ഷേ ഉമറിന്റെ സെക്കൻഡ് ഫൈറ്റിംഗ് ഉമർ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ 1-2 മണി ഫൈറ്റ് എടുത്തിട്ട് ഓമാലിയോട്ട് ചിലപ്പോൾ ഫൈറ്റ് ചെയ്തിട്ട് ഹി ഷുഡ് തിങ്ക് ഓഫ്. അതെ, ഓമാലിയായിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നു. ജക്കൂസിൽ ഒരു പിക്ചർ കണ്ടു. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ദാറ്റ് ഔട്ട്. ഇറ്റ്സ് വെരി ഫണ്ണി. നെക്സ്റ്റ് ഐ തിങ്ക് ഫ്ലൈ വെയിറ്റ്. പണ്ടോജയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? ഐ തിങ്ക് ഹി ഈസ് ദ റെയിനിങ് കിങ്. പുള്ളി ഇപ്പോഴെങ്കിലും ആ ബെൽറ്റ് പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആ ഒരു പാൻഡോയെ മാത്രമേ നമുക്ക് മനസ്സിലേക്ക് വരുന്നുള്ളൂ. വേറെ ആരാ ഉള്ളത്? കഴിഞ്ഞ തവണ ആരുമായിട്ട് ഫൈറ്റ് തിരിച്ചു വരണം. റിട്ടയർമെന്റ് പുള്ളി അനാലിസിസുമായിട്ടൊക്കെ പോവാണ്. എന്തിനു തിരിച്ചു വരണം അല്ലെ? പുള്ളിക്കാരൻ നല്ലൊരു ഷോ ഉണ്ട്, യൂട്യൂബ് ഷോ ഉണ്ട്. പുള്ളിക്കാരൻ ഓരോ ജോഗ്രഫിയിൽ പോയിട്ട് അവിടുത്തെ ബെസ്റ്റ് ഫൈറ്റേഴ്സുമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നു. ഹബീബിനോട് ഒരു ക്യാമ്പ് ചെയ്തു. മറ്റേ മുയ്തായ് ബോക്സ് റോക്ടാങ്ങിനോട് ഒരു സൂപ്പർ ഒരു 1 hour ക്യാമ്പ് ചെയ്തു. DJ he's in the right space now. അതെ, DJ എന്താണ് സെറ്റിൽ ആയി കഴിഞ്ഞു. ബട്ട് DJ is like ഒരു പ്രോഡിജി ആണ് കേട്ടോ, പ്രോഡിജി. അപ്പം ഈ പറഞ്ഞ പോലെ DJ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ വാട്ട് ടു ഡു, DJ വരത്തില്ല. അപ്പം ഈ പാണ്ഡോയുടെ പേര് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. വേറെ ഒരു 1FC ഒരു പുള്ളിക്കാരൻ എന്തൊക്കെയായിരുന്നു പേര് കൊള്ളായിരുന്നു. മലപ്പുറം കത്തി. മലപ്പുറം കത്തി. പക്ഷെ ഒന്നും നടന്നില്ല, നടക്കത്തില്ല. പാണ്ഡോയ ഇപ്പൊ വേറെ ഏതെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് അതുപോലെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം ഐ തിങ്ക് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി പാണ്ഡോയ. നമ്മള് വിമൻസ് അധികം ടച്ച് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് നെക്സ്റ്റ് ഫൈറ്റ് ദാറ്റ് ഐ ആം ഹോപ്പിംഗ് ടു ഹാപ്പൻ ഇസ് ഷെവ്ചെങ്കോ വേഴ്സസ് ബെയ്ലി. നടന്നാൽ അത് നടക്കുമെന്നല്ല, രണ്ടുപേരും വേറെ ഡിവിഷൻ. അത് നടന്നായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. പിന്നെ ഗ്രാസോ ഇടയ്ക്കിടയ്ക്ക് സുന്ദരി വരാറുണ്ട്. അല്ല, നമ്മൾ അങ്ങനെ കവർ ചെയ്യാറില്ല അങ്ങനെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീമെയിൽ ഫൈറ്റർ ഇപ്പോ സാങ്വേലിയാണ്. സാങ്വേലി അവർ രണ്ടുപേരും ട്രൂ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അവിടെ വളരെ ചെറിയ പ്രായം മുതൽ രണ്ടുപേരും വളരെ റെസ്പെക്ട്ഫുൾ മാർഷൽ ആർട്ടിസ്റ്റ്. അതെ, തീർച്ചയായും. ആ ഒരു ഫൈറ്റ് നടന്നാൽ അത് ആയിരിക്കും. അതെ, എനിക്ക് സാങ്വേലിയാണ് ഇഷ്ടം. എനിക്ക് ടോപ്പ് 3 UFC വിമൻസ് ഫൈറ്റ്, ടോപ്പ് 3 UFC ഫൈറ്റിൽ എന്റെ ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ വെയിലി വേഴ്സസ് മറ്റേ ജോവാന. ആ ഒരു ഫൈറ്റ് നിങ്ങൾ പ്ലീസ് കാണുക. അത് ഇറ്റ്സ് ഇൻ ദ സെയിം. അതിനകത്താണെന്ന് തോന്നുന്നില്ല, ഏലിയൻ പോലെ. അത് കഴിഞ്ഞ് റിട്ടയർ ആയി. ഷീസ് എ ബിസിനസ് വുമൺ നൗ. ഷീസ് ഡൂയിങ് വെരി വെൽ. അപ്പൊ വെയിലി വേഴ്സസ് ജോവാന വാസ് എൻ അമേസിംഗ് ഫൈറ്റ്. അതും റൂത്ത്ലെസ് വേഴ്സസ് റോറി. ഇത് ഈ 2 ഫൈറ്റ് ആണ് എന്റെ ടോപ്പിലെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഐ തിങ്ക് നമ്മൾ കുറെയൊക്കെ കവർ ചെയ്തു. ലേറ്റസ്റ്റ് ഇതൊരു നല്ല ഫോർമാറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഫോർമാറ്റ് വീണ്ടും ചെയ്യാം. ഓക്കെ, താങ്ക് യു. കമന്റുകൾ അടിച്ച് തകർത്തേരെ. നിങ്ങളുടെ കമന്റ് വെച്ചിട്ടാണ് അടുത്ത വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചത്. കുറെ കമന്റ്സ് കണ്ടായിരുന്നു. ചാനലിൽ ലോങ് ഫോർമാറ്റ് ചെയ്യൂ, നമുക്ക് ഇനിയും കേൾക്കണം, ഇനിയും നോളജ് അറിയണം. അതെ, ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ ദാറ്റ് വി കേം അപ്പ് വിത്ത് ദിസ് ഫോർമാറ്റ്. ഹോപ്പ് യു ലവ്ഡ് ഇറ്റ്. താങ്ക് യു. Thank you guys. Let's go.